കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ വരുന്ന പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികളിൽ പോലും കൂടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ വണ്ടികൾക്ക് ഇപ്പോൾ കിട്ടാത്ത ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇത് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കൃത്യമായിട്ട് കാണുക, ശ്രദ്ധിച്ചിരുന്ന് കാണുക, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ബൈക്കിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബൈക്കിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാണ്. ഇനിയിപ്പോൾ 2 മാസം കൂടി ഉള്ളൂ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമൊന്നും നമുക്കിതുപോലത്തെ ഒരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, ഇപ്പോൾ ഡിജിറ്റലാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്